ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ജനുവരി തീരുന്നതിന് മുൻപ് പ്രഗ്നൻസി ആകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഇന്ന് മുതൽക്ക് തന്നെ ഈ ടിപ്പ് മസ്റ്റായിട്ട് ഫോളോ ചെയ്യാം കേട്ടോ. അതെന്താണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഒരുപാട് ആളുകൾ ഇതിനോടകം നമ്മുടെ ചാനൽ ഫോളോ ചെയ്തിട്ട് പ്രഗ്നൻ്റ് ആയിട്ടുണ്ട്. അവരുടെയൊക്കെ സക്സസ് സ്റ്റോറീസ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്തതിന് ശേഷം കമ്മ്യൂണിറ്റി ടാബ് നിങ്ങൾ നോക്കാം കേട്ടോ. അതിൽ ഓരോരുത്തർ പറഞ്ഞിട്ടുള്ള ടിപ്സ് ഉണ്ടാകും. അത് നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ദി ചൂസ് വേൾഡ് ക്ലോസ് വാട്ടർ ആണെങ്കിൽ ക്ലോസ് വാട്ടർ, അല്ലെങ്കിൽ ദി ചൂസ് വേൾഡ് ലെഗ് അപ്പ് ദ വോൾ എക്സസൈസ് ആണെങ്കിൽ ലെഗ് അപ്പ് ദ വോൾ, അങ്ങനെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഫോർട്ടിലിറ്റി എക്സസൈസ് എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റും ഉണ്ട്. അത് കാണാൻ വേണ്ടിയിട്ട് ചാനൽ വിസിറ്റ് ചെയ്തതിന് ശേഷം പ്ലേലിസ്റ്റ് നോക്കുക. ഫോർട്ടിലിറ്റി ഇംപ്രൂവിംഗ് ആയിട്ടുള്ള എല്ലാ ടിപ്സും കോർത്തിണക്കിക്കൊണ്ട് വേറൊരു ഒറ്റ പ്ലേലിസ്റ്റും ഉണ്ട്. അതും നിങ്ങൾക്ക് വാച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ. ഈ ടിപ്സ് എല്ലാം തന്നെ ഒരിക്കലും ഒരു ഡോക്ടറുടെ മരുന്നിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ടിപ്സ് അല്ല. നമ്മൾ ഈ ടിപ്സ് എല്ലാം ഫോളോ ചെയ്യുന്നത് ഡോക്ടറുടെ മെഡിസിൻസിനോടൊപ്പം തന്നെ നമ്മുടെ ഫോർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ലൈഫ് സ്റ്റൈലിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാലോ എക്സസൈസ് ചെയ്താലോ എളുപ്പത്തിൽ നമുക്ക് ആ മെഡിക്കേഷൻസിനോടൊപ്പം തന്നെ പ്രഗ്നന്റ് ആകാനായിട്ട് സാധിക്കും. അതിന് വേണ്ടിയിട്ടുള്ളത് മാത്രമാണ് ഇത്തരത്തിലുള്ള ടിപ്സ് കേട്ടോ. ഇവിടെ ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും ഈസിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഫോർട്ടിലിറ്റി എക്സസൈസിനെ പറ്റിയിട്ടാണ്. ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകരുത്. ലെഗ് അപ്പ് ദ വോൾ എക്സസൈസിന്റെയും ബ്രിഡ്ജ് പോസ് എക്സസൈസിന്റെയും ബെനിഫിറ്റ് രണ്ടും ഒരുമിച്ച് കിട്ടുന്ന തരത്തിലുള്ള എക്സസൈസ് ആണ് ഇവിടെ സംസാരിക്കാനായിട്ട് പോകുന്ന വൺ ലെഗ്ഡ് ബ്രിഡ്ജ് പോസ് എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ ബ്രിഡ്ജ് പോസ് ചെയ്യുന്നത്, ഞാൻ ഇവിടെ ഇമേജ് കൊടുത്തേക്കാം കേട്ടോ. നമ്മൾ ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സർഫേസിൽ കിടക്കും. നമ്മുടെ രണ്ട് കാലുകളും കുത്തി നിർത്തും. അതായത് നമ്മുടെ ഹിപ്പ് ഒന്ന് പൊക്കിയിട്ടാണ് നമ്മൾ സാധാരണ ബ്രിഡ്ജ് പോസ് എക്സസൈസ് ചെയ്യുന്നത്. ഇത് ഫോർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പേരെ സഹായിക്കുന്ന എക്സസൈസ് ആണ്. അത് മാത്രമല്ല, ഫിസിക്കൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആയിട്ട് ഉണ്ടാകുന്നതിന് ഫോർട്ടിലൈസേഷൻ 30 മിനിറ്റിനകം തന്നെ നടക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു എക്സസൈസ് ആണ് ഈ ബ്രിഡ്ജ് പോസ് എക്സസൈസ് എന്ന് പറയുന്നത്. ഇവിടെ വൺ ലെഗ്ഡ് ബ്രിഡ്ജ് പോസിൽ നമ്മൾ ചെയ്യുന്നത് ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സർഫേസിൽ നമ്മൾ കിടക്കുക. അതിനുശേഷം നമ്മുടെ ഒരു കാല് ബ്രിഡ്ജ് പോസിലെ പോലെ കുത്തി നിർത്തുക. ദെൻ അടുത്ത കാല് ലെഗ് അപ്പ് ദ വോളിൽ നമ്മൾ പൊക്കി വെക്കില്ലേ, അതുപോലെ പൊക്കി വെക്കുക. ഞാൻ ഇമേജ് കൊടുത്തേക്കാം, അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല കേട്ടോ. ഏറ്റവും ആദ്യം ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാകും. നമ്മുടെ കാല് ആടുന്ന പോലെയൊക്കെ നമുക്ക് തോന്നും. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ടൊരു പ്രാക്ടീസ് വന്നു കഴിഞ്ഞാൽ എളുപ്പത്തിൽ ആ ഒരു എക്സസൈസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഒരുപാട് രീതിക്ക് ഫോർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസ് ആണ് ഈ വൺ ലെഗ്ഡ് ബ്രിഡ്ജ് പോസ് എന്ന് പറയുന്നത് കേട്ടോ. ഈ എക്സസൈസ് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ഇതുപോലെ യോഗ മാറ്റിലോ ഫ്ലാറ്റ് ആയിട്ടുള്ള സർഫേസിലോ കിടന്നിട്ട് ആ ഒരു പൊസിഷനിൽ നിന്ന് നന്നായിട്ട് ബ്രീത്ത് ഇൻ ചെയ്യുക, സ്ലോലി ബ്രീത്ത് ഔട്ട് ചെയ്യുക. ഇത് ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് സഹായിക്കും. നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു ഫോർട്ടിലിറ്റി എക്സസൈസ് ആണ് ഇത് കേട്ടോ. ഇനി ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ചെസ്റ്റ്, ഹാർട്ട്, ഷോൾഡർ, സ്പൈന്, നെക്ക്, തൈസ്, ഹിപ്പ് ഇതൊക്കെ നന്നായിട്ട് വികസിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു എക്സസൈസ് ചെയ്യുന്നത് നമ്മളെ സഹായിക്കുന്നു. നമ്മുടെ ലോവർ അബ്ഡമൻ പോർഷനിൽ നമ്മുടെ ഹിപ്പിൻ്റെ ഭാഗത്തോടൊക്കെ ചേർന്നിട്ടാണ് നമ്മുടെ ഫോർട്ടിലിറ്റി ആ ഒരു അവയവങ്ങളൊക്കെ ഓർഗൻസ് ഒക്കെ സ്ഥിതി ചെയ്യുന്നത്. അതിനെയൊക്കെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു എക്സസൈസ് ചെയ്യുന്നത് സഹായിക്കുന്നു. ഒപ്പം നമ്മുടെ ഹാർട്ടൊക്കെ നന്നായിട്ട് അങ്ങോട്ട് വികസിക്കുമ്പോഴേക്കും അതിലോട്ട് ആ ഒരു ഹാർട്ടിനെ എളുപ്പത്തിൽ ഫങ്ഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ബ്ലഡ് സർക്കുലേഷൻ ഒരുപാട് എഫക്റ്റീവായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ടും ഈ ഒരു എക്സസൈസ് ചെയ്യുന്നത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അത് മാത്രമല്ല, നമ്മുടെ ശരീരത്തിലെ കോർ മസിൽസിന്, നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മേജർ പാർട്ടായിട്ടുള്ള കോർ മസിൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിനും സ്ട്രെങ്തൻ ചെയ്യുന്നതിനും വേണ്ടിയിട്ട് ഈ ഒരു എക്സസൈസ് ചെയ്യുന്നത് സഹായിക്കുന്നുണ്ട് കേട്ടോ. കോർ മസിൽസ് ഏറ്റവും കൂടുതൽ നമ്മുടെ ഈ ഒരു അബ്ഡമൻ്റെ ഭാഗത്തും ഹിപ്പിൻ്റെ ഭാഗത്തുമാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ ബെനിഫിറ്റ് ഏറ്റവും കൂടുതൽ ചെല്ലുന്നത് നമ്മുടെ ആ ഒരു അബ്ഡമൻ പോർഷനിലാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. അടുത്തത് നമ്മുടെ ലെഗ് സ്ട്രോങ് ആക്കി വെക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു എക്സസൈസ് ചെയ്യുന്നത് സഹായിക്കുന്നു. നമ്മൾ 20s കൂടുതൽ നമ്മുടെ ബോഡി വീക്ക് ആവുന്ന സമയമാണ് നമ്മുടെ 30s എന്ന് പറയുന്നത്. ഈ സമയത്ത് നമ്മൾ ഭയങ്കര സെഡൻഡറി ലൈഫ് സ്റ്റൈലാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് നമുക്ക് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. അതുപോലെ നമുക്ക് ബോൺസിൽ പ്രശ്നമൊക്കെ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നമ്മുടെ ലെഗ് സ്ട്രോങ് ആക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു.
അടുത്ത ബെനിഫിറ്റ് കിട്ടുന്നത് നമ്മുടെ അബ്ഡോമനിലുള്ള സ്ഥിതി ചെയ്യുന്ന ഓർഗൻസിനൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. നമ്മുടെ എല്ലാ റീപ്രൊഡക്റ്റീവ് ഓർഗൻസും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു അബ്ഡോമന്റെ പോർഷനിലാണ്. ഓവറീസ് ആണെങ്കിലും യൂട്രസ് ആണെങ്കിലും 2 ഫലോപ്പിയൻ ട്യൂബ് ആണെങ്കിലും സെർവിക്സ് ആണെങ്കിലും ഒക്കെ സ്ഥിതി ചെയ്യുന്നത് ആ ഒരു ചുറ്റുവട്ടത്താണ്. അതിനൊക്കെ നന്നായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു എക്സസൈസ് ചെയ്യുന്നത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അടുത്തത് നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡിന്റെ പ്രവർത്തനം നന്നായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ട് ഇത് കൊടുക്കുന്നുണ്ട്. തൈറോയ്ഡ് ഹോർമോൺസിൽ ഇംബാലൻസ് ഉണ്ടാകുന്ന സമയത്താണ് പലർക്കും ആ ഒരു ഓവുലേഷൻ നടക്കാൻ ലേറ്റ് ആവുകയും ഫെർട്ടിലൈസേഷൻ നീണ്ടുപോകുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവുകയും ചെയ്യുന്നത്. അത് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ടിപ്പ് ഫോളോ ചെയ്യുന്നത് നിങ്ങളെ സഹായിക്കുന്നുണ്ട് കേട്ടോ. തൈറോയിഡിന്റെ ഇഷ്യൂസ് ഉള്ളവർക്കും മെഡിക്കേഷൻസ് ഉള്ളവർക്കും കണ്ണുപൂട്ടി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു എക്സസൈസ് ആണ് ഈ 1 ലെഗ്ഡ് ബ്രിഡ്ജ് പോസ് എന്ന് പറയുന്നത് കേട്ടോ. അടുത്തത് നമ്മുടെ ഡൈജഷനും മെറ്റബോളിസം സ്ട്രോങ് ആക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. കഴിക്കുന്ന ഭക്ഷണം പ്രോപ്പറായിട്ട് ദഹിച്ച് മോഷനായിട്ട് പുറത്തേക്ക് പോകേണ്ട ഐറ്റംസ് മോഷനായിട്ട് പുറത്തേക്ക് പോയിട്ടില്ല എങ്കിൽ അത് ഫെർട്ടിലിറ്റി അഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് റെഗുലേറ്റ് ചെയ്യുന്നതിനും കോൺസ്റ്റിപ്പേഷൻ ഉള്ള ആളുകൾക്ക് അതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുന്നതിനും വേണ്ടിയിട്ട് ഈ ഒരു എക്സസൈസ് ചെയ്യുന്നത് സഹായിക്കുന്നുണ്ട്. അടുത്തത് നമ്മുടെ ബോഡി എനർജറ്റിക് ആക്കി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ എക്സസൈസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനോടൊപ്പം തന്നെ ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ആലോചിച്ച് സ്ട്രെസ്സും ആൻസൈറ്റിയും ഒക്കെ ഉണ്ടാകുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ അതൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ എക്സസൈസ് സഹായിക്കുന്നു. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നതും നമ്മൾ നല്ല ഡീപ്പായിട്ട് ബ്രീത്തിനും ബ്രീത്ത് ഔട്ടും ഒക്കെ ചെയ്യുന്നത് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഫ്രഷ്നെസ് നമുക്ക് കൊണ്ടുവന്ന് തരുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നവയാണ് കേട്ടോ. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഇത് ഫോളോ ചെയ്യാവുന്നതാണ്. നമ്മുടെ സ്ട്രെസ് ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കും. അടുത്ത ബെനിഫിറ്റ് കിട്ടുന്നത് ഉറക്കക്കുറവ് കൺട്രോൾ ചെയ്യുന്നു. പല ആളുകൾക്കും ആ ഒരു ഉറങ്ങുന്ന സമയത്തൊക്കെ കൃത്യമായിട്ട് ഉറക്കം കിട്ടാത്തവരുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ച് കിടക്കുന്നവരുണ്ട്. ഉറങ്ങണമെന്ന് വിചാരിച്ചാലും ഉറങ്ങാൻ പറ്റാത്ത ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഉറക്കം കൃത്യമായിട്ട് നടന്നിട്ടില്ലെങ്കിൽ ഫെർട്ടിലൈസേഷനെയും അതുപോലെ തന്നെ കുഞ്ഞിന്റെ ഏർലി സ്റ്റേജ് ഗ്രോത്തിനെയും അത് അഫക്റ്റ് ചെയ്യും. കൃത്യമായിട്ട് ഹോർമോൺസ് ഒക്കെ പ്രൊഡ്യൂസ് ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്കവിടെ പ്രഗ്നൻസി കിട്ടുകയുള്ളൂ. ആ ഹോർമോൺസ് ഒക്കെ പ്രൊഡ്യൂസ് ആകാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലൊരു സമയം എന്ന് പറയുന്നത് നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന ആ ഒരു സമയമാണ്. അത് കൃത്യമായിട്ട് നോർമലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു 8 മണിക്കൂറെങ്കിലും ഉറക്കം നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഒപ്പം ഹെഡേക്കിന്റെ സിറ്റുവേഷൻസ് ഉള്ള ആളുകൾക്ക് അതൊന്ന് റിഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. ഹെഡേക്ക് നോർമലി മൈഗ്രെയിൻ്റെ സിറ്റുവേഷൻസ് ഉള്ള ആളുകൾക്കൊക്കെ ഹെഡേക്ക് ഉണ്ടാകാറുണ്ട്. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോഴേക്കും പലരും ഇതുപോലുള്ള മെഡിസിൻസ് ഒക്കെ പെയിൻ കില്ലേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ അതിന്റെ സിറ്റുവേഷൻസ് ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ എക്സസൈസ് ചെയ്യുന്നത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അടുത്ത ബെനിഫിറ്റ് കിട്ടുന്നത് നമ്മുടെ ലങ്സിന്റെ കപ്പാസിറ്റി കൂട്ടുന്നതിനും ആസ്മ പോലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാകുന്നത് പ്രിവെന്റ് ചെയ്യുന്നതിനും ഉള്ള ആളുകൾക്ക് അതിന്റെ എഫക്റ്റ് റിഡ്യൂസ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് ഈ ഒരു എക്സസൈസ് ചെയ്യുന്നത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരിക്കലും ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ്ലി ഈ ഒരു എക്സസൈസ് ചെയ്യാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് 1 മണിക്കൂറിനെങ്കിലും ശേഷം മാത്രമേ ഇങ്ങനെയുള്ള എക്സസൈസുകൾ നിങ്ങൾ ചെയ്യാനായിട്ട് പാടുള്ളൂ. കാരണം നമ്മൾ കാലൊക്കെ പൊക്കിയിട്ടും കൈ കുത്തിയൊക്കെ നിർത്തി കഴിയുന്ന സമയത്ത് നമുക്ക് വയറ് കൊളുത്തി പിടിക്കുന്നതിനും മറ്റുള്ള ബുദ്ധിമുട്ടുകൾ വയറിലുണ്ടാവുന്നതിനും അത് കാരണമാവുന്നുണ്ട്. അപ്പോൾ ആ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ഒരുപാട് വെള്ളം കുടിച്ച് വയറ് ഹെവി ആയിരിക്കുന്ന സമയത്തും ഇങ്ങനെയുള്ള എക്സസൈസുകൾ നിങ്ങൾ ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒപ്പം പീരിയഡ്സിന്റെ സമയത്തും ഇതുപോലുള്ള എക്സസൈസുകൾ ചെയ്യുന്നത് നിങ്ങൾ അവോയ്ഡ് ചെയ്യുക. കാരണം നമ്മുടെ ബോഡിക്ക് ഒന്നുകൂടി സ്ട്രെയിൻ കൊടുക്കുന്ന തരത്തിലുള്ളതാണ്. അതുപോലെ ആ ഒരു പൊസിഷനിൽ കാല് പൊക്കി നിർത്താനായിട്ട് പലർക്കും പീരിയഡ്സിന്റെ സമയത്തൊട്ടും ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഇത് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ഒരിക്കലും ചെയ്യേണ്ട ആവശ്യമില്ല. പീരിയഡ്സിന്റെ ഫ്ലോ നിന്നതിന് ശേഷം മാത്രം ഇങ്ങനെയുള്ള എക്സസൈസുകൾ നിങ്ങൾ ചെയ്താൽ മതി. പീരിയഡ്സിന്റെ സമയത്ത് നമ്മൾ ആക്റ്റീവായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് മൈൽഡ് ആയിട്ടുള്ള വാക്കിങ്ങോ ബ്രീത്തിങ് എക്സസൈസുകളോ നിങ്ങൾ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. ഇനി എത്ര നേരം ഇത് ചെയ്യണമെന്ന് നോക്കാം. ആദ്യം ചെയ്യുന്ന സമയത്ത് നമുക്കൊരു 5 മിനിറ്റ്സ് ഒക്കെ ചിലപ്പോൾ ഒന്ന് ബാലൻസ് ചെയ്ത് നിൽക്കാനായിട്ട് പറ്റുള്ളൂ. ആദ്യം ചെയ്യുമ്പോൾ നമുക്ക് കാല് ഉയർത്തി വെക്കുമ്പോഴോ ഇപ്പോൾ ലെഗ് അപ്പ് ദ വോൾ എക്സസൈസ് ബാലൻസിൽ ചെയ്യുന്നവരാണെങ്കിൽ പ്രശ്നമില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് ചെയ്യുന്ന സമയത്ത് നമുക്ക് കാലിൽ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകാം, വേദന ഉണ്ടാകാം, ചിലപ്പോൾ ഒന്ന് കാലൊന്ന് മരവിക്കുന്ന പോലുള്ള സിറ്റുവേഷനൊക്കെ നമുക്ക് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യത്തെ സമയത്തൊക്കെ നിങ്ങൾ കംഫർട്ടബിൾ ആണെങ്കിൽ 5 മിനിറ്റ് ചെയ്യുക. ദെൻ അടുത്ത വീക്സിലൊക്കെ നിങ്ങൾ കൂടുതലായിട്ടും ആ ഒരു എക്സസൈസ് ആയിട്ട് പൊരുത്തപ്പെട്ട് വരുമ്പോഴേക്കും അത് 10 മിനിറ്റ്സ് അല്ലെങ്കിൽ 15 മിനിറ്റ്സ് അങ്ങനെയുള്ള രീതിക്ക് മാറ്റി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. മാക്സിമം ഒരു 15 മിനിറ്റ്സ് വരെയൊക്കെ നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. ഇനി എപ്പോഴൊക്കെ ചെയ്യണമെന്ന് നോക്കാം.
പീരിയഡ്സിന്റെ ഫ്ലോ നിൽക്കുന്ന ആ ഒരു സമയം മുതൽക്ക് നിങ്ങൾക്ക് ഇംപ്ലാന്റേഷൻ നടക്കുന്ന അല്ലെങ്കിൽ അടുത്ത പീരിയഡ്സ് വരുന്ന സമയം വരെ ഇതൊക്കെ കൃത്യമായിട്ട് ചെയ്യാവുന്നതാണ്. ആദ്യത്തെ ഒരു മാസം ചെയ്തിട്ട് ചാനൽ ഫോളോ ചെയ്തിട്ട് ലക്ലി പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അവരുടെ ആ ഒരു എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് വരുമ്പോഴേക്കും ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് പ്രഗ്നന്റ് ആകാം. പക്ഷേ 3 മാസം 5 മാസം 1 വർഷമൊക്കെ ചാനൽ ഫോളോ ചെയ്തിട്ട് പ്രഗ്നന്റ് ആകുന്നവരുണ്ട് കേട്ടോ. അങ്ങനെയുള്ളവർ നമ്മൾ ക്ഷമയോടുകൂടി കാത്തിരിക്കുക. ഒരു 3 മാസമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലുള്ള ടിപ്സ് ഫോളോ ചെയ്യാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഒരുപാട് ശരീരത്തിൽ ഒരു പോസിറ്റീവ് എനർജി കൊണ്ടുവന്ന് തരുന്നവയാണ് ഇങ്ങനെയുള്ള എക്സസൈസ്. അപ്പോൾ 1 മാസം ചെയ്തിട്ട് റിസൾട്ട് ഇല്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. കണ്ടിന്യൂസ് ആയിട്ട് 3 മാസം വരെയൊക്കെ നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. നിങ്ങൾ ചെയ്യുന്നതോടൊപ്പം തന്നെ ഹസ്ബൻഡിനോടും ഈ ഒരു എക്സസൈസ് ചെയ്യാനായിട്ട് പറയുക. കാരണം ഇതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ജെനിറ്റൽ പാർട്സിലോട്ട് ബ്ലഡ് സർക്കുലേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു എക്സസൈസ് ചെയ്യുന്നത് സഹായിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഏർലി മോർണിംഗ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു സമയം നിങ്ങൾക്കുണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾ ചെയ്യുക. അതല്ലെങ്കിൽ ബാക്കി ഏത് സമയത്താണോ നിങ്ങൾ റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്നത് ആ സമയത്ത് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.